വികൃതിക്കുട്ടനായ ഡിങ്കു. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഡിങ്കു എന്നൊരു കുരങ്ങൻ കുട്ടിയുണ്ടായിരുന്നു. അവൻ നല്ല വികൃതിക്കുട്ടനായിരുന്നു. മറ്റു മൃഗങ്ങളെ തോണ്ടിയും മാന്തിയും അവരെ ഭ്രാന്ത് പിടിപ്പിക്കലായിരുന്നു അവൻ്റെ പ്രധാന വിനോദം. ആരെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാനാണ് ഡിങ്കുവിന് ഭയങ്കര താല്പര്യം. കാടിൻ്റെ ഉൾഭാഗത്ത് ഒരു വലിയ അപകടക്കുഴിയുണ്ട്. അതിൽ വീണവർ ഒന്നും തിരിച്ചു കയറിയിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ആരും പോകാറില്ല. ഡിങ്കുവും കൂട്ടരും കൂടി ഒരു ദിവസം ആ ഭാഗത്തു കൂടി കടന്നുപോയി. ഡിങ്കു അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ മുതിർന്ന ഒരു കുരങ്ങൻ അങ്ങോട്ടാരും പോകാറില്ല, അവിടെ ഒരു വലിയ അപകടക്കുഴിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും ആ ഭാഗത്ത് നിന്ന് അവരുടെ വാസസ്ഥലത്തേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി മുഴുവൻ ഡിങ്കുവിൻ്റെ മനസ്സിൽ ആ അപകടക്കുഴിയെപ്പറ്റിയും അതിനെ ചുറ്റുമുള്ള പ്രദേശത്തെ പറ്റിയുമായിരുന്നു ചിന്ത. അടുത്ത ദിവസം തന്നെ ഡിങ്കു ആരോടും പറയാതെ അവൻ്റെ വാസസ്ഥലത്ത് നിന്ന് ഇറങ്ങി അപകടക്കുഴിയുള്ളിടത്തേക്ക് നടന്നു. അവിടെയുള്ള മരങ്ങളിലൊക്കെ കയറിയിറങ്ങി. അവിടുത്തെ മരങ്ങളിൽ എല്ലാം നല്ല പഴുത്ത പഴങ്ങളുണ്ടായിരുന്നു. അവൻ എല്ലാം വേണ്ടുവോളം കഴിച്ചു. അവിടെയൊക്കെ നടന്നിട്ടും അവൻ ഒരു അപകടക്കുഴിയും കണ്ടില്ല. ആരോ കെട്ടിച്ചമച്ച കഥയാണ് ഈ അപകടക്കുഴി എന്ന് അവന് തോന്നി. അവിടെയെല്ലാം നടന്ന് നേരം പോയത് അവൻ അറിഞ്ഞില്ല. തിരിച്ചു പോകാനുള്ള വഴിയും അവന് അറിയില്ലായിരുന്നു. ഇരുട്ടി തുടങ്ങിയപ്പോൾ അവൻ വേഗം തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുന്നതിനിടയിൽ അവൻ അറിയാതെ കുഴിയിലേക്ക് വഴുതി വീണു. ഭാഗ്യത്തിന് കുഴിയിലുണ്ടായിരുന്ന ഒരു കൊമ്പിൽ അവനിക്ക് പിടിക്കാൻ സാധിച്ചു. വലിയ ഒരു കുഴിയായിരുന്നു അത്. കുഴിയിൽ കിടന്ന് കുറേ അലറി വിളിച്ചു, അലറിക്കരഞ്ഞു. എന്നിട്ടും ആരും വിളി കേട്ടില്ല. ഡിങ്കുവിൻ്റെ അവൻ്റെ തെറ്റുകൾ മനസ്സിലായി. മുതിർന്നവർ പറയുന്നത് കേൾക്കാത്തതിൻ്റെയും മറ്റു മൃഗങ്ങളെയെല്ലാം ഉപദ്രവിച്ചതിൻ്റെയും ശിക്ഷയാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഒരു കൂട്ടം ആനകൾ വേറൊരു കാട്ടിൽ നിന്ന് ഡിങ്കു താമസിക്കുന്ന കാട് സന്ദർശിക്കാനായി വന്നു. അവർക്ക് അപകടക്കുഴിയെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അവരെല്ലാവരും കൂടി അതുവഴി വന്നു. ഡിങ്കു ആനകളുടെ ശബ്ദം കേൾക്കാൻ ഇടയായി. അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ആനകൾ ഡിങ്കുവിൻ്റെ ശബ്ദം കേട്ടു. അവർ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അങ്ങനെ അവർ ആ കുഴി കണ്ടു. അതിൽ ഒരു കുരങ്ങൻ കുട്ടി കരയുന്നതും കണ്ടു. അതിലെ മുതിർന്ന ആന അവൻ്റെ തുമ്പിക്കൈ അവന് കയറാനായി ഇട്ടുകൊടുത്തു. പക്ഷേ ഡിങ്കുവിന് കയറാനായില്ല. ആനയുടെ തുമ്പിക്കൈ അവന് എത്തിപ്പിടിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ആ ആന ഒരു വലിയ നീളമുള്ള എന്നാൽ അധികം വീതിയില്ലാത്ത ഒരു മരം പിഴുതെടുത്തു. എന്നിട്ട് ആ മരത്തെ കുഴിയിലേക്ക് ഇറക്കി കൊടുത്തു. ഡിങ്കു ആ മരത്തിൽ പിടിച്ച് കയറി ആ അപകടക്കുഴിയിൽ നിന്നും രക്ഷപ്പെട്ടു. അവരെല്ലാവരും അപകടം പിടിച്ച സ്ഥലത്ത് നിന്ന് സന്തോഷത്തോടെ തിരിച്ചുപോയി. ഡിങ്കു അവൻ്റെ വാസസ്ഥലത്തെത്തി. അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ കാണാതെ എല്ലായിടത്തും തിരഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഡിങ്കുവിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് ഒരിക്കലും അവൻ ഒരു മൃഗങ്ങളെയും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ഗുണപാഠം: മൂത്തവർ ചൊല്ലും മുതനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും.